ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അനധികൃതമായി സമ്പാദിച്ചത് 300 കോടി രൂപയുടെ സ്വത്ത്. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറിയാണ് പ്രതിക്ക് പണിയായത്. തീർത്ഥാടനത്തിന് പോകുന്നതിന് മുമ്പ് എഴുതിയ ഡയറിയിൽ തന്റെ സ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ, കടബാധ്യതകൾ, ബെനാമികളുടെ പേരുകൾ എന്നിവ പ്രതി രേഖപ്പെടുത്തിയിരുന്നു. തെലങ്കാന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഭീം റെഡ്ഡിയാണ് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഹൈദരാബാദിലെ പോലീസിന്റെ കമ്പ്യൂട്ടർ സർവീസിൽ ജോലി ചെയ്യുന്ന പ്രതിയെ സ്വന്തം വസതിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഭീം റെഡ്ഡിയുടെ അനധികൃത സ്വത്തുക്കൾ കണ്ടെത്തുന്നതിനായി 16 സ്ഥലങ്ങളിൽ ACB ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു. സർവീസ് കാലയളവിൽ അഴിമതിയിലൂടെയും വഴിവിട്ട മാർഗങ്ങളിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചതായി നേരത്തെ തന്നെ ACBക്ക് വിവരം ലഭിച്ചിരുന്നു. സ്വന്തം കൈപ്പടയിൽ എഴുതിയ സ്വത്ത് വിവരങ്ങൾ അടങ്ങിയ ഡയറിയുടെ പേജുകൾ സ്കാൻ ചെയ്ത് പകർപ്പുകൾ വാട്സാപ്പ് വഴി തന്റെ 2 മക്കൾക്കും ഭീം റെഡ്ഡി അയച്ചു നൽകിയിരുന്നു. ഈ രേഖകളാണ് അന്വേഷണത്തിന് സഹായകമായത്. ഹൈദരാബാദിലെ വിവിധയിടങ്ങളിലായി വില്ലകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവ പ്രതി സ്വന്തമാക്കിയിട്ടുണ്ട്. തെലങ്കാനയിലും കർണാടകയിലുമായി 44 ഏക്കറിലധികം കൃഷിഭൂമിയുണ്ട്. 2 കിലോ സ്വർണ്ണാഭരണങ്ങളും 20 കിലോ വെള്ളിയും 3.60 ലക്ഷം രൂപയും ബെനാമിയുടെ വീട്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും ആദ്യ പരിശോധനയിൽ തന്നെ കണ്ടെടുത്തു. ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 19.91 ലക്ഷം രൂപയുടെ ബാലൻസും കണ്ടെത്തി. പ്രതിയുടെ പേരിലുള്ള ശ്രീ രാഘവേന്ദ്ര റോക്ക് സാൻഡ് മിനറൽസ് എന്ന സ്ഥാപനത്തിൽ 75 ലക്ഷം രൂപയുടെ നിക്ഷേപവും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.